വേഗം ചർച്ചയുടെ മറ്റ് അതിഥികളിലേക്ക് പോകുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു വിവരം, അതിൻ്റെ ഒരു സൂചന മാത്രമാണ് വന്നിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലെത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും ഒരു ഖേദപ്രകടനം മാധ്യമ സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതായ ചില സൂചനകളാണ് അതിൻ്റെ വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക്. ഏതായാലും ധന്യ, ഏറ്റവും കൂടുതൽ ക്ഷോഭത്തോടെ ധന്യ ഈ ദിവസം ചർച്ച ചെയ്തത് വനിതാ മാധ്യമ പ്രവർത്തകരുടെ അവസ്ഥയെക്കുറിച്ചാണ്. നേരത്തെ ശ്രീ ഗൗരിദാസ് നായർ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ആഘാതം അവരിലാകെ ഏൽപ്പിക്കുന്ന വിധത്തിലേക്ക് ഈ വിഷയം മാറുന്നത് മനസ്സിലാക്കുകയായിരുന്നു ധന്യ. തീർച്ചയായിട്ടും വനിതാ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇന്ന് കാണുന്ന തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ സമത്വമുള്ളൊരു മേഖലയാണ്. ധന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പല വനിതാ മാധ്യമ പ്രവർത്തകരുടെയും പേരെടുത്ത് അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ എഫേർട്ട്, പരിശ്രമം, അധ്വാനം ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് എഴുതി. നമ്മുടേതൊക്കെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഉൾവനത്തിലേക്ക് ആരും ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്തിടത്തേക്ക് ഒക്കെ ഒരു സർക്കാരോ അല്ലെങ്കിൽ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോകാത്തിടത്തേക്ക് വളരെ ധൈര്യപൂർവ്വം വനിതാ മാധ്യമ പ്രവർത്തകരാണ് വന്നത്. അവരെത്രയോ നടന്ന് 4, 5, 6 മണിക്കൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തളർന്ന്, പക്ഷെ അതൊന്നും അവർക്കൊരു പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരൊക്കെ അത്രയും വ്യക്തിപരമായി എനിക്കറിയാം. അപ്പോൾ അവർക്ക് അവരുടെ ഒടുവിൽ ഇപ്പോൾ ഏതായാലും ഞാൻ മുമ്പ് പറഞ്ഞത് ആവർത്തിക്കുന്നു, ആ കൃത്യത്തിന് പങ്കാളിയായി സാക്ഷിയായ ആളാണല്ലോ ഇപ്പോൾ ആ ചാനലിൻ്റെ മേധാവി അജിത് കുമാർ തന്നെ ഖേദം പ്രകടിപ്പിച്ചു. ഞങ്ങളിപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന്, പ്രൊഡക്ഷൻ റൂമിൽ നിന്ന് വിളിച്ചു, അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. ഞാനും നേരത്തെ സംസാരിച്ചിരുന്നു. ഇനി മുതൽ ചർച്ചകൾക്കില്ല എന്നതാണ് മംഗളം മാനേജ്മെൻറ്റ് നിലപാട് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അല്പം മുമ്പ് ഉണ്ടായ തെറ്റുകളിലൊക്കെ ഖേദം പ്രകടിപ്പിച്ചു. അതിൻ്റെ വിശദാംശം അറിയാത്തതുകൊണ്ടാണ് എനിക്ക് കൂടുതലായി പറയാനാകാത്തത്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന മട്ടിൽ അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചതായ ഒരു വിവരം വരുന്നു. അത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു തന്നെയാണ്? തീർച്ചയായിട്ടും അദ്ദേഹം കുറച്ച് മുമ്പേ തന്നെ ഖേദം പ്രകടിപ്പിക്കേണ്ടതായിരുന്നു. ഒന്ന് ഒരുപക്ഷെ പൊതുജനം ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങിയാണ്, ഞങ്ങൾ റേറ്റിംഗ് കൂടാനായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് അവർക്ക് തുറന്ന് സമ്മതിച്ചാൽ കേരളത്തിലെ പൊതുസമൂഹം ഒരുപക്ഷെ മറ്റു മാധ്യമപ്രവർത്തകർക്കെങ്കിലും ഈ നാണക്കേടിൽ നിന്നൊരു മോചനം ഉണ്ടായേനെ. പക്ഷേ ഇപ്പോൾ അത് തീർത്തും പൊതുസമൂഹം അതിനെ നന്നായി ചോദ്യം ചെയ്യുന്നുണ്ട്. അത്രയും ചോദ്യം ചെയ്യുന്ന അതെ, തീർച്ചയായിട്ടും ശ്രീ തമ്പാൻ തോമസ്, ഇത് ക്ലൈമാക്സിന് മുമ്പ് ഒരു ആൻറ്റി ക്ലൈമാക്സ് എന്നൊക്കെ പറയാവുന്നത് പോലെ ദിവസങ്ങൾക്ക് ശേഷം ഖേദം പ്രകടിപ്പിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമാണോ? ഒരു മന്ത്രിയുടെ രാജി, ഒരു വ്യക്തി എന്ന നിലയിൽ ആ മനുഷ്യൻ നേരിട്ട ആഘാതം, പൊതുസമൂഹം ഒരുപാട് നിലയ്ക്ക് ചർച്ച ചെയ്ത അപകടകരമായ പ്രവണതകൾ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രശ്നം, മാധ്യമ രീതികളാകെ ലംഘിച്ചു എന്ന പ്രകടമായ വിമർശനം ഉയർന്നൊരു പ്രശ്നം, ഏറ്റവും ഒടുവിൽ 4 വരി ഖേദം എന്നാണെങ്കിലോ? അത് വളരെ തെറ്റാണ്. അതിന് അർഹമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. കാരണം ഇതിനി ആവർത്തിക്കപ്പെടരുത്. ഇപ്പോൾ ധന്യ സൂചിപ്പിച്ചില്ലേ, ഈ വനിതാ മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ഇത്തരം ആളുകളുടെ യാതൊരു വിധത്തിലുള്ള മാന്യതയുമില്ലാത്ത, യാതൊരു തരത്തിൽ തത്വദീക്ഷയുമില്ലാത്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടല്ലേ ഇവർ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നത്. വെറും വ്യാപാര ചരക്കുകളായി നമ്മുടെ മാധ്യമപ്രവർത്തകരെ ഉപയോഗിക്കുകയല്ലേ ചെയ്തത്. തങ്ങളുടെ പത്രങ്ങളുടെയോ തങ്ങളുടെ പത്രസ്ഥാപനത്തിന് ഏത് തരത്തിലും നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി ആരെയും ഉപയോഗിക്കുന്ന രീതി എവിടെയെങ്കിലും അവസാനിപ്പിക്കണ്ടേ? മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരം പ്രവണതകളെയും പ്രവർത്തനങ്ങളെയും ശക്തമായി എതിർക്കാൻ കാണുന്ന പ്രേക്ഷകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വിവരങ്ങൾ ഏത് അളവ് വരെയുള്ള ഖേദപ്രകടനമാണ് അവരിൽ നിന്ന് വന്നതെന്ന് നമ്മൾക്കറിയില്ല. ശ്രീ സജീവൻ, ഒരു കാലത്ത് അല്പകാലമെങ്കിലും താങ്കളും ജോലി ചെയ്തൊരു മാധ്യമ സ്ഥാപനമാണത് മംഗളം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അജിത് കുമാറിൻ്റെ ഖേദപ്രകടനം വന്നു എന്ന് മാത്രം എനിക്കറിയാം, അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. എന്ന് വെച്ചാൽ ഒരു തരത്തിൽ ആ തെറ്റ് സമ്മതിക്കുകയല്ലേ? അന്വേഷണത്തിലേക്ക് പോകാൻ പോകുന്നൊരു സാഹചര്യം, മാധ്യമ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നേരത്തെ ശ്രീ ഗൗരിദാസ് നായർ പറഞ്ഞ പ്രശ്നം, KUWJ അടക്കം ഗൗരവമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചാലത്തെ അവസ്ഥ കൂടി എന്താണ്? ശരത് താങ്കൾ പറഞ്ഞ പോലെ ഞാൻ 3 വർഷം ഉണ്ടായിരുന്നു എന്നുള്ള ഉറപ്പാണ്. അത് ഞാൻ ഇല്ല എന്നും പറയുന്നില്ല. ഇവിടെയുള്ള ഖേദപ്രകടനം, അജിത്ത് എന്താണ് ഖേദം പ്രകടിപ്പിച്ചതെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, പരാതിക്കാരി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഇത്രയും കാലം ഒരു പരാതിക്കാരി ഉണ്ടാകുമെന്നായിരുന്നു. പരാതിക്കാരിക്ക് ഒരു പക്ഷേ രംഗത്ത് വരാൻ മടിയായിട്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പരാതിക്കാരിയെ ഇല്ലാതൊരു, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോൺ ട്രാപ്പാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരമാണ് അജിത് കുമാർ. ശ്രീ സജീവൻ, കേരളത്തെ ഞെട്ടിക്കാൻ ഇറങ്ങി തിരിച്ചവർ കഴിഞ്ഞ ഞായറാഴ്ച മറ്റോ ആയിരുന്നു തോന്നുന്നു. ഇന്നിപ്പോൾ 4 ദിവസം പിന്നിട്ടിരിക്കുന്നു. എനിക്കിപ്പോൾ കിട്ടിയ കുറിപ്പ്, തെറ്റുകൾ പറ്റി,
ഈ വാർത്തയിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, നിർവ്യാജം ഖേദിക്കുന്നു. അതേസമയം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരും. ഇത്തരം തെറ്റുകൾ പറ്റാതിരിക്കാനുള്ള സംവിധാനം സ്ഥാപനത്തിൽ ഏർപ്പെടുത്തി 8 അംഗ എഡിറ്റോറിയൽ ടീമിനെ നിയോഗിച്ചു. എല്ലാം ശരിയായോ? അല്ല, തെറ്റുകൾ പറ്റി എന്ന് പറഞ്ഞ് ഇപ്പോഴെങ്കിൽ തുറന്നു പറഞ്ഞാൽ നല്ല കാര്യമാണ്. കാരണം തെറ്റ് പറ്റിയിട്ട് വീണ്ടും ഇനി പോലീസ് അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ ഒക്കെ വന്നതിന് ശേഷവും തെറ്റ് പറ്റിയിട്ടില്ല എന്ന നിലയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നെങ്കിൽ കടുത്ത നടപടികളിലേക്ക് എന്തായാലും പോകുമായിരുന്നു. പക്ഷേ ഒരു ഖേദപ്രകടനത്തോട് കൂടിയിട്ട് ഇത് പൂർണ്ണമായിട്ടും അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിന്ന് ഇല്ലാതാവുന്നില്ല. കാരണം ഇതൊരു മന്ത്രിയുടെ രാജിയിലേക്ക് എത്തിപ്പോയ സംഭവമാണ്. അദ്ദേഹത്തിന് ശ്രീ സജീവൻ, 2 തരത്തിൽ ഒരു സർക്കാരിനെ ഉലച്ചു, ഒരു മന്ത്രിയുടെ രാജി വാങ്ങിച്ചെടുത്തു, സമൂഹത്തെ ആകെ ദോഷകരമായി ബാധിക്കുന്ന വിധത്തിലേക്ക് ഒരു മാധ്യമ രീതി ഉണ്ടായി. ഇത് ഖേദപ്രകടനം കൊണ്ട് മാത്രം തീരുന്നതല്ല എങ്കിൽ നിയമപരമായ കുരുക്കും നിയമപരമായ ബാധ്യതയും ആ സ്ഥാപനത്തിന് മേൽ കൂടുക തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് ഒരു ഖേദപ്രകടനം കൊണ്ട് പോകണം. കാരണം ഈ പരാതിക്കാർ ആയിട്ട് ഇനിയിപ്പോൾ മന്ത്രിക്ക് വരാം. കാരണം അദ്ദേഹത്തിന് ജീവിതം നഷ്ടപ്പെട്ടാണ് സർക്കാരിന്. ഇതൊന്നുമല്ല, മന്ത്രി അഥവാ രാജിവെച്ചിരുന്നില്ല എന്ന് വയ്ക്കുക, ധാർമ്മികമായിട്ടുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി രാജിവെച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ഈ കേരളം കത്തുമായിരുന്നില്ലേ, എന്തെല്ലാം കോലാഹലം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ആ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒരു ഖേദപ്രകടനം കൊണ്ട് ശ്രീ നാരായണൻ, ഏതായാലും നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഇരുഭാഗവും തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ടത്. കാരണം ഞാനും താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ നാരായണൻ, എന്തു തോന്നുന്നു KUWJക്ക് ഈ വിശദീകരണം കേൾക്കുമ്പോൾ? അജിത് കുമാർ എന്നെ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപായിട്ട് എന്നെ വിളിച്ചിരുന്നു. വിളിക്കുകയും അദ്ദേഹം ഒരു ഖേദപ്രകടനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. അതിനോട് ഞാൻ പ്രതികരിച്ചത് അത് വളരെ നല്ല കാര്യമാണെന്നാണ്. ഈ ഖേദപ്രകടനം യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തോട് ഉള്ള ഒരു പറച്ചിലാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിനെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടോ അന്വേഷണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ഒരു തന്ത്രമാണ് എന്നുള്ള രീതിയിൽ ഞാനതിനെ കാണുന്നില്ല. പകരം നമ്മുടെ എല്ലാ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങളും ആത്യന്തികമായി മറുപടി പറയുന്നതോ അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്നതോ നമ്മുടെ പൊതുസമൂഹത്തിനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള അസ്വസ്ഥതകൾ, അതുകൊണ്ട് ശ്രീ നാരായണൻ, അങ്ങനെയാണെങ്കിൽ ഇത് വിശദീകരിച്ച ആ സ്ഥാപനത്തിന് അതുമായി ഉന്നയിക്കുന്ന സംശയങ്ങൾ കൂടി ഉത്തരം പറയാൻ ബാധ്യസ്ഥരല്ലേ പൊതുസമൂഹത്തോട്? അതെന്തിനു വേണ്ടി മറച്ചു വെക്കുന്നു? അതുകൂടി ചേർന്നാലല്ലേ ഈ ഖേദപ്രകടനം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തൂ. അല്ലാത്ത പക്ഷം ഈ ഖേദപ്രകടനം ചില രക്ഷപ്പെടലിന്റെ 4 വരി കടലാസിന്റെ വാചകത്തിന്റെ വിലക്കപ്പുറത്തേക്ക് ഒരു വിലയും കൊടുക്കാനാകില്ലല്ലോ. അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു ഖേദപ്രകടനം ഒരുപക്ഷെ ഒരു തുടക്കമായിരിക്കാം. ഈ ഖേദപ്രകടനത്തിലൂടെ കൊടുക്കുന്ന ഒരു സന്ദേശം യഥാർത്ഥത്തിൽ സമൂഹം മംഗളം ടെലിവിഷൻ്റെ ഈ വാർത്തയോട് എങ്ങനെയാണ് പ്രതികരിച്ചത്, അല്ലെ സമൂഹത്തിൽ ഉയർന്നു വന്ന ചർച്ചകൾ എന്താണ്, ഈ ചർച്ചകൾ വിലമതിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ CEO ഏറ്റവും മേലധികാരി ആയിട്ടുള്ള ശ്രീ അജിത് കുമാറിൻ്റെ ഈ ഖേദപ്രകടനം എന്ന് ഞാൻ അതിനെ വളരെ സതുദ്ദേശത്തോടുകൂടി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം അതുകൊണ്ട് മാത്രം ഇതിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള അന്വേഷണങ്ങളൊന്നും അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അനിൽ അക്കര MLA ശശീന്ദ്രനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പോലീസ് അന്വേഷണത്തിൽ ശശീന്ദ്രനെതിരെ കൊടുക്കപ്പെട്ട പരാതിയിലുള്ള അന്വേഷണവും കൂടെ ഉൾപ്പെടേണ്ടതായിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഇരുഭാഗത്തുള്ള സമഗ്രമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മടങ്ങി വരാം. ഒരു വ്യക്തിയുടെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഉയർന്ന എല്ലാ വിമർശനങ്ങളും ഏറെക്കുറെ ശരിയാണ് എന്ന് ഈ 4 വരി മാത്രം മതി മനസ്സിലാക്കാൻ. അതായത് ഇതേതെങ്കിലും കനപ്പെട്ട അധികാര ദുർവിനിയോഗം ഉണ്ടായിട്ടില്ല. ഞാനൊരു ഉദാഹരണം തന്നെ പറയാം. ഇന്ന് ഒരു മാധ്യമത്തിന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ അഭിമുഖമുണ്ട് ശശീന്ദ്രൻ്റെ. അതിൽ അദ്ദേഹം വളരെ ആവർത്തിച്ചു പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്. ഒരു സ്ത്രീയോടും ഏതെങ്കിലും ഒരു ആവശ്യത്തിനായി തൻ്റെ അടുത്തേക്ക് വന്ന സഹായ അഭ്യർത്ഥനയുമായി വന്ന, അത് പ്രത്യേകമായി കാണണം, സഹായ അഭ്യർത്ഥനയുമായി വന്ന ഒരു സ്ത്രീയോടും അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്ന് നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ബാക്കി എല്ലാത്തിലും നമ്മൾക്ക് ഊഹിച്ചെടുക്കാവുന്ന ചില ലഘൂകരണങ്ങളൊക്കെ ഉണ്ട്.
എന്ന് പറഞ്ഞാൽ ഈ വാർത്തയോടനുസരിച്ച് മംഗളം പറഞ്ഞുകൊണ്ടിരുന്നത് ധന്യ കേട്ടതല്ലേ? അതെ, ഒരു സഹായത്തിന് വേണ്ടി ഒരു അഗതിയായിട്ടുള്ള ഒരു സ്ത്രീ, ഭർത്താവില്ലാത്തൊരു സ്ത്രീ സഹായത്തിന് വേണ്ടി വന്നു എന്നുള്ളതാണ് അവരാദ്യം പറഞ്ഞത്. ഒന്ന്, അപ്പോൾ ഈ ഖേദപ്രകടനത്തിലൂടെ ആദ്യം തന്നെ അവർ സമ്മതിക്കുന്നത് അത് തന്നെ തെറ്റ് എന്നല്ലേ? അതെ, പരാതിക്കാരിയില്ല, ഇത് വൺ സൈഡ് ആണ്, ഇത് ക്രിയേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു മാധ്യമ മേധാവിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ മനോനില അനുസരിച്ച് കെട്ടിച്ചമച്ച വാർത്തയാണെന്ന്. അപ്പോൾ ആ സ്ത്രീയെ മറച്ചു വെച്ചത് ഒരു മാധ്യമ പ്രവർത്തകയെ തന്നെ ബോധപൂർവം അതിനുവേണ്ടി അണിയിച്ചൊരുക്കിയത് എന്ന ആക്ഷേപവും ശരിവെക്കുകയല്ലേ? തീർച്ചയായിട്ടും ഇന്ന് തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച, അതില്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ധന്യ, ഇവരാരും ശശീന്ദ്രൻ പല കാരണങ്ങൾ കൊണ്ട് നാളെ ഇതുവരെ കേസ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല, അദ്ദേഹത്തെ പലതുകൊണ്ടും കുറ്റപ്പെടുത്താനുമാകില്ല. പക്ഷേ അതിൽ അപമാനം സഹിച്ചൊരു വ്യക്തിയാണ് സാമൂഹ്യ പ്രവർത്തകയായ ധന്യ. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു വാർത്തയുടെ മറവിൽ അവിടെ കൊണ്ടിരുത്തി ഏറ്റവും ഒരു തരത്തിലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അറയ്ക്കുന്ന വർത്തമാനം പറയിപ്പിച്ച് നിങ്ങൾ ചെവി പൊത്തിയും കണ്ണുപൊത്തിയും ഇരുത്തി. നിങ്ങൾക്കിതിനെതിരെ പോകാമല്ലോ. കേരളത്തിൻ്റെ മാധ്യമ ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ കൂടിയും പൊതുപ്രവർത്തക എന്ന നിലയിൽ ധന്യക്കുമാകാമല്ലോ. ധന്യയും അതിൻ്റെ ഇരയാണല്ലോ. തീർച്ചയായിട്ടും അത് ചെയ്യും. അത് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കും പൊതുസമൂഹത്തിനും ഭരണകൂടത്തിനും ഇടയിൽ നിന്ന് ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സത്യസന്ധമായ ഒരു ചാലകമാണ്. അപ്പം അതിനെ തകർത്തു കഴിഞ്ഞാൽ സമൂഹത്തിനുണ്ടാവുന്ന പിന്നെ മൂല്യച്യുതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത നമുക്കും നമ്മുടെ അടുത്ത തലമുറ. വ്യക്തിപരമായി നിങ്ങളെ കൂടിയാണ് കബളിപ്പിച്ചത്, നിങ്ങളോടും ഖേദം പറയേണ്ടതാണ്. തീർച്ചയായിട്ടും വ്യക്തിപരമായും അവിടെ അന്ന് വന്നിരുന്ന പാനലിലുണ്ടായിരുന്നവരെയും പൊതുസമൂഹത്തെയും കാഴ്ചക്കാരെ എല്ലാവരെയും അപമാനിച്ചുകൊണ്ട് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാവരും തെറ്റിദ്ധരിച്ചു പോകും. ഒരാൾ അങ്ങോട്ടേക്ക് ഒരു മന്ത്രിയെ 30 പ്രാവശ്യം വിളിച്ച് സംസാരിച്ചത് കൊണ്ടാണ് അയാൾ 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഇത്രയും ഒരു ദീർഘ സംഭാഷണം ഉണ്ടായിട്ടുള്ളത്. വെറുതെ ഒരു മനുഷ്യനെ അങ്ങനെ 8 മിനിറ്റ് ഒറ്റയ്ക്ക് അങ്ങനെ സംസാരിക്കില്ല, അത് നമുക്കറിയാം. ഇത് ക്രിയേറ്റഡ് സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടി ഇപ്പോൾ ഉണ്ടായില്ലെങ്കിൽ. അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്, അതിന്റെ നിയമപരമായ ഒരു ഭാഗമാണ് കേസ്. കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് DGP പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ കുറ്റാരോപിതരായ ആളുകൾ തന്നെ കുറ്റം സമ്മതിക്കുന്നു എന്നാണ് ഈ ഖേദപ്രകടനത്തിന്റെ പച്ചയായ അർത്ഥം എന്ന് വരുന്നു. ഈ സംശയിച്ച കാര്യങ്ങൾ ഇപ്പോൾ ധന്യ അന്ന് ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ അന്ന് അവർ ക്ഷണിച്ച് ആ ഡിബേറ്റിൽ ഇതുപോലെ അവിടെ ചെന്നിരുന്നാണ്, ഇതൊന്നും അറിയാതെ ചെന്നിരുന്നിട്ടാണ് ധന്യയെ പോലെയുള്ള ആളുകൾ അപമാനിതരായത്. ഈ ഖേദപ്രകടനത്തിന് അങ്ങനെ കൂടി ഒരു അർത്ഥമുണ്ട്. അങ്ങനെ ഒരു നഷ്ടപരിഹാരം ചോദിക്കാൻ നിയമപരമായ പോരാട്ടം നടത്താൻ ധന്യയ്ക്കും അവസരം ഒരുങ്ങുന്നുണ്ടോ, അവകാശം ഒരുങ്ങുന്നുണ്ടോ? ഒന്ന്. രണ്ട്, ഈ കുറ്റം സമ്മതിക്കലല്ലേ ഖേദപ്രകടനമെങ്കിൽ നിയമപരമായി ഏതൊക്കെ തരത്തിലുള്ള ഗൗരവമായ ചാർജുകളാണ്, ഉത്തരവാദിത്വമാണ് ഇവർ ഏൽക്കേണ്ടി വരിക ഈ തെറ്റായ മാധ്യമ രീതിയുടെ പേരിൽ? അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്. തീർച്ചയായിട്ടും ഇത് ഒരു പാഠം നമുക്ക് നൽകുകയാണ്. ധന്യ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ട്. മാധ്യമ പ്രവർത്തനത്തിൽ തങ്ങൾക്ക് ഇങ്ങനെയുള്ള അപകട മേഖലയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇത് തിരുത്തപ്പെടണം. ഇത് തിരുത്തുവാൻ നമ്മുടെ മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ശക്തി, ഞങ്ങളെ പിന്തുണച്ചത് മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. ദളിതാദിവാസി മേഖലയിലെ മുഴുവൻ പ്രശ്നങ്ങളും പുറത്തു കൊണ്ടുവന്നത് മാധ്യമങ്ങളാണ്. അതുവരെ ഞങ്ങൾക്ക് ഇതുപോലെ ചാനലിൽ വന്നിരുന്ന ഞങ്ങളുടെ വിഷയം സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. അവർ ഞങ്ങൾക്ക് കോടികൾ തന്ന കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഈ അട്ടപ്പാടിയിലെ ശിശുമരണം അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾ ഭക്ഷണമുള്ള ചത്തൊടുങ്ങിയതൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് വന്ന് പറയാൻ ഞങ്ങൾ ഒരു വഷളൻ വാർത്തയുടെ പേരിൽ തള്ളിക്കളയാവുന്നത് കേരളത്തിലെ മാധ്യമ ലോകത്തിന്റെ ഉത്തരവാദിത്വം. അതാണ് ധന്യ ഉറച്ചു വിശ്വസിക്കുന്നത്. നിങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴായാലും ഓടി വരും. അവർക്ക് സംരക്ഷണം അങ്ങനെ മാത്രമേ നമുക്ക് ഈ വിവരങ്ങൾ പുറത്തറിയാൻ കഴിയുള്ളൂ. പുറത്തറിഞ്ഞാൽ മാത്രമേ തിരുത്തപ്പെടാൻ കഴിയുള്ളൂ. ശശീന്ദ്രനേക്കാൾ കൂടുതൽ ഇന്ന് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇനി ഒരു മാധ്യമ ഉടമയും മാധ്യമ പ്രവർത്തകരുടെ നേരെ ഉപയോഗിക്കരുത്. ശ്രീ നാരായൺ, ഇക്കാര്യത്തിൽ സജീവനിലേക്ക് നമുക്ക് സമയം അവസാനിക്കുന്നുണ്ട്, വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇതിൽ നഷ്ടം സംഭവിച്ചൊരു മനുഷ്യനായി നമ്മുടെ മുമ്പിൽ ശശീന്ദ്രൻ നിൽക്കുകയല്ലേ? ഈ സ്ഥാപനം വളരെ വൃത്തിയായി 4 വരി ഖേദം പ്രകടിപ്പിച്ച് കൈയൊഴിയുന്നു. കേസിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് താങ്കൾ പറഞ്ഞതും ശരിയാണ്. ഇത് എവിടേക്കാണ്? മുമ്പ് ആദ്യം ശ്രീ സജീവനോട് ചോദിച്ചു, എങ്ങോട്ടാണ് ഈ പ്രശ്നം പോകുന്നത്? ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നാട്ടിൽ തെരുവിൽ മാധ്യമപ്രവർത്തകരെ ജനം കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകില്ലേ? അതിന് വളരെ വേഷായി, വളരെ വൃത്തിയായി ഒരു ഖേദം പ്രകടിപ്പിക്കുക, പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞതോടുകൂടി തീർന്നോ ഉത്തരവാദിത്വം?
ശരത്തെ, ഈ ഖേദം പ്രകടിപ്പിക്കുന്നതിനെ നമ്മൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. യഥാർത്ഥത്തിൽ ഞങ്ങള് കേരള പത്രപ്രവർത്തക യൂണിയൻ ഇതിലെടുത്തിട്ടുള്ള ഒരു നിലപാട് വളരെ വ്യക്തമാണ്. പത്രപ്രവർത്തക യൂണിയൻ ഇതിലെടുത്തിട്ടുള്ള നിലപാട് വ്യക്തമായും നേരത്തെ അതെ, തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഈ തീർച്ചയായിട്ടും തെറ്റ് പറ്റുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനം തെറ്റൊന്നും പറ്റാത്ത ഒരു വിശുദ്ധ പശുവായിട്ടുള്ള ഒരു മേഖലയുണ്ട്, തിരുത്തുന്നില്ല എന്ന ആക്ഷേപം മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങൾ നേരിടാൻ ഇതൊന്നും ഈ താരതമ്യങ്ങളൊന്നും പറ്റാത്ത വിധത്തിലേക്കുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുടെ മാധ്യമ പ്രവർത്തനത്തെ ക്രിമിനൽ പണിയാക്കി മാറ്റിയെന്ന ഗൗരവമായ ആക്ഷേപമാണ് ഈ പ്രശ്നത്തിൽ ഉയർന്നത്. അത് മറ്റു പലതുകൊണ്ടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ശരിയല്ലെന്ന് തെളിഞ്ഞില്ലേ? തെളിഞ്ഞാൽ തീരുന്നതല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചവർക്ക് ആരാണ് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക? ഞാൻ ഒരു കാര്യം പറയാം. അതായത് നേരത്തെ ഗൗരിദാസൻ നായർ പറഞ്ഞതുപോലെ വനിതാ മാധ്യമ പ്രവർത്തകർ മാത്രമല്ല, മാധ്യമ പ്രവർത്തകർ പൊതുവെ അവഹേളിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അവർ വളരെ ജാഗരൂകമായ ഒരു അവസ്ഥയിലേക്ക് മാധ്യമ പ്രവർത്തകർ മാറേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധവൽക്കരണമാണ് പത്രപ്രവർത്തക യൂണിയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ മാധ്യമ പ്രവർത്തനത്തിലെ അധാർമികതയെക്കുറിച്ചൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രസക്തമായ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ളൊരു മന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണിത്. ഏതെങ്കിലും തരത്തിലാവട്ടെ, ട്രാപ്പ് ചെയ്തതാവട്ടെ, അല്ലെങ്കിൽ ടെലിഫോൺ സംഭാഷണം ചോർത്തിയതാവട്ടെ, എന്തൊരു തരത്തിലുള്ള കാര്യമാവട്ടെ, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സദാചാരം കൂടി യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ ശ്രീ നാരായൺ താങ്കളോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുന്നു. അങ്ങനെ ഒരു പോലീസ് പണി മാധ്യമ പ്രവർത്തകരെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഒരു മന്ത്രി, അയാൾ ഒരു മനുഷ്യനല്ലേ? ഏത് നിലയ്ക്കാണെങ്കിലും ഒരാളുടെ വ്യക്തിത്വത്തെയും മനുഷ്യത്വത്തെയും ഇങ്ങനെ പോലീസ് പണി ഏറ്റെടുത്ത് നശിപ്പിച്ചിട്ട് അങ്ങനെ ഒരു ന്യായം പറയാൻ പോലും കേരളത്തിലെ മാധ്യമ ലോകത്തിന് അവകാശമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാനും അതിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ്, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ല. ശ്രീ സജീവൻ, ആ മര്യാദയെങ്കിലും കേരളത്തിലെ മാധ്യമ ലോകം ഇക്കാര്യത്തിൽ കാട്ടണ്ടേ? സജീവൻ, നിർവ്യാജം നിരുപാധികം കേരളത്തിന്റെ മാധ്യമ സമൂഹമല്ലേ ഇതിൽ കുരുക്കിയ മനുഷ്യരോട് ക്ഷമ ചോദിക്കേണ്ടത്? കുരുക്കിയ മനുഷ്യൻ മാത്രമല്ല, ശശീന്ദ്രന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ കുടുംബം, അവരുടെ ഭാര്യ, കുട്ടികൾ, ഇതൊക്കെ പൊതുസമൂഹം അല്ല. ഇതില് നാരായണൻ പറഞ്ഞ പോലെ, സജീവൻ പറഞ്ഞോളൂ. ഇതിൽ നാരായണൻ പറഞ്ഞല്ലോ, ഈ മാധ്യമ പ്രവർത്തകർ ശശീന്ദ്രന്റെ കാര്യത്തിൽ കൂടി, ശശീന്ദ്രൻ ചെയ്ത കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കണമെന്നുണ്ട്. റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം മായ്ച്ചു കളയാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. ഈ ശശീന്ദ്രനുമുണ്ട് റൈറ്റ് ടു പ്രൈവസി. അവിടെ കയറിയിട്ട് നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ നമ്മൾ കോൽക്കളി കളിക്കാൻ പാടില്ല. ഇവിടെ തെറ്റ് പറ്റുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും തെറ്റ് പറ്റുന്ന സാഹചര്യം സംഭവിച്ചു. തെറ്റ് പറ്റലും ബോധപൂർവമായിട്ടുള്ള ചതിക്കുരു ഒരുക്കലും രണ്ടാണ് എന്ന് മാധ്യമ പ്രവർത്തകർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ്. വ്യാജരേഖ ചമച്ചതാണ്, തെറ്റുപറ്റിയതല്ല, വ്യാജരേഖ ചമച്ചത് തന്നെയാണ്. കാലത്തിനനുസരിച്ച് കോലം മാറുക എന്ന് പറഞ്ഞ പോലെ രേഖ ചമച്ചതിൻ്റെ പുതിയ രൂപങ്ങളും ആവിഷ്കാരങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒടുവിൽ ഖേദം പറഞ്ഞു എന്നതൊരു ചെറിയ ആശ്വാസമായി കാണാം. പക്ഷേ മാധ്യമ ലോകത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ തന്നെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതിൽ മാത്രം അർത്ഥമില്ല. ഇതൊരു വലിയ തിരിച്ചറിവാണ്. നേരത്തെ ശ്രീ സി ഗൗരിദാസ് നായർ പറഞ്ഞ പോലെ ആത്മവിമർശനത്തിൻ്റെ ഒരു ഘട്ടം കൂടിയാണ്. പക്ഷേ ചെയ്ത തെറ്റിലേക്കുള്ള അവരുടെ കുറ്റം സമ്മതിക്കലായി ഈ ഖേദപ്രകടനം മാറുന്നു എന്ന് വിശ്വസിക്കുന്നു. അവകാശവാദങ്ങൾക്കും വീരവാദങ്ങൾക്കും നിൽക്കാതെ നിയമ നടപടികൾക്ക് വിധേയമാവുക, തെറ്റുതിരുത്തി മാധ്യമപ്രവർത്തനവുമായി മുന്നോട്ട് പോവുക. മാധ്യമപ്രവർത്തനത്തെ ഈ വിധത്തിൽ ആക്ഷേപിക്കാൻ ഇടം കൊടുക്കാതെ നിലനിർത്താൻ മാധ്യമ ലോകത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ ചർച്ചയിലും ഉയർന്നു വന്നത്. വളരെയധികം നന്ദി എല്ലാവർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.